വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ വിശേഷം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് പറയാം. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ കലാസ എന്നൊരു സ്ഥലത്താണ്. നമ്മളിവിടെ വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. നാളെ കുദ്രേമുഖ് ട്രക്കിങ്ങിന് പോവാണ്. എത്ര പേർക്ക് അറിയാം കുദ്രേമുഖ് ട്രക്കിംഗ്? എത്ര പേര് പോയിട്ടുണ്ട്? എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ നാളെയാണ് പോകുന്നത്. നാളെ അതിരാവിലെ എണീറ്റ് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡ് ആദർശും കസിൻസും ഞങ്ങൾ എല്ലാവരും കൂടി എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തൊരു ഹോം സ്റ്റേ ആട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ നാളെ രാവിലെ ജീപ്പിൽ പോയി, പിന്നെ ആദ്യം ട്രക്കിങ്ങിനൊക്കെ പോയി. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ട് കുറേ കാലമായില്ലേ ഷോർട്സ് മാത്രം ഇടുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ടൊരു ലോങ് വീഡിയോ ആയിക്കൂടാ. അപ്പോൾ കുദ്രേമുഖ് ട്രക്കിംഗ് വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഫുള്ളുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് നമ്മളെ സ്റ്റേ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ബാഗും സംഭവം എല്ലാം ഇടലോ ചറവറ ഇട്ടിട്ടുണ്ടും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. പക്ഷേ അതല്ലാണ്ട് ഈ വീഡിയോ വീട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹോം സ്റ്റേൻ്റെ മുറ്റം. നല്ല വിശാലമായ മുറ്റമുണ്ട്. തുളസി തറയൊക്കെ ഉണ്ട്. അവിടെ ഏതൊരു പട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. വ്ളോഗിൽ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഫുൾ റെസ്റ്റ് എടുക്കലാണ്. ഒരു എല്ലാവരും ഇവിടെ എത്തിൻ്റെ ക്ഷീണത്തിലാണ്. ഇത് ആളെ വീടൊരു പൂജാ റൂമുണ്ട്. ചെറിയൊരു പൂജാ റൂമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതാട്ടോ നമ്മളെ റൂം. നമ്മ ഇന്ന് ഉറങ്ങാൻ പോകുന്ന റൂം വരെ അത്ര 3 ബെഡുണ്ട്. ഇല്ല ഇത് കച്ചറയൊന്നും നോക്കണ്ട. അല്ല ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് അവൾ കയറും. ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഇല്ലേ ദീപാവലിൻ്റെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ദീപാവലിയും പൂജയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തോ പ്രാർത്ഥിച്ചിട്ട് എന്തോ ആക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല. അപ്പം അതൊക്കെ അപ്പം ഞങ്ങൾ ഡിന്നർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മളെടുത്ത കെയർടേക്കർ ചേട്ടൻ ഒരു ഹായ് കൊടിയാണ്. ഒരു ക്യാരം ബോർഡ് കിട്ടിയിട്ടുണ്ട്. യെസ്, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ കറി, ചപ്പാത്തി, തൈരല്ലേ ഇത്? തൈര്, ചോറ്, പയർപ്പേരി, പായസം, എന്താ സാമ്പാർ. അപ്പോൾ നിങ്ങൾ കഴിക്കട്ടെ. നല്ല അടിപൊളി ഫുഡായിരുന്നു. വയറൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇതേ അവരെല്ലാം കിടന്നു. ഞാൻ മാത്രമേ കിടക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിന്ന് ബാക്കി വിശേഷങ്ങളെല്ലാം നടക്കണം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ്. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഏകദേശം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനമെല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വെള്ളം വേണം, കുറേ വെള്ളം വേണം. അതുകൊണ്ട് ചെറുപറ പറ്റുന്നത്ര കുപ്പി എടുത്തിട്ടുണ്ട് വെള്ളത്തിന്. വെയിൽ വന്നാൽ യൂസ് ചെയ്യാൻ ക്യാപ്പ്, മഴ വന്നാൽ യൂസ് ചെയ്യാൻ റെയിൻകോട്ട്, അട്ട എങ്ങാനും കഴിച്ച രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് സാനിറ്റൈസർ, പിന്നെ പഞ്ഞി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച പഞ്ഞി, എനർജിക്ക് വേണ്ടി കുറച്ച് ഗ്ലൂക്കോസ് പൊടി, പിന്നെ ഒരു സ്റ്റൈലിന് വേണ്ടി 2 സൺഗ്ലാസ്. ഇതൊക്കെയാണ് ബേസിക് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സ് എടുക്കുന്നുണ്ട്, പ്രോട്ടീൻ ബാർ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എടുക്കുന്നുണ്ട്. നമ്മളത് ടോട്ടൽ ഒരു 10 കിലോമീറ്റർ ട്രക്കാണ്. അപ്പം അത്യാവശ്യം തിന്നേണ്ട സാധനമൊക്കെ എടുത്ത് എനർജിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അത് റെഡി എന്നോ വിസറ്? യെസ്, അതെല്ലാം എടുക്കണം. അപ്പോൾ അതൊക്കെ എല്ലാവരും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ നമ്മൾ ടിഫിൻ ബോക്സ്, ഉച്ചക്കത്തേക്കുള്ള ലഞ്ച്. പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ബോക്സ്, സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സിലെ സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ആടെയുണ്ട്. ഇവിടെ നമുക്ക് ഫുൾ ചെക്കിംഗ് ഉണ്ട്, ടിക്കറ്റ്സ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രക്കിങ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ജീപ്പിൽ വന്നിട്ട് കുറച്ച് തീർക്കാനുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ അതൊക്കെ എനിക്കറിയില്ല എങ്ങനെ തീർക്കും. നമ്മൾ 10 കിലോമീറ്ററാണ് പരിപാടി. തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ ട്രിപ്പ് കോർഡിനേറ്റർ, എന്താ ട്രിപ്പ് ലീഡർ, എന്താ പറയാ, ട്രക്കിംഗ് ട്രക്ക് മാസ്റ്റർ. യെസ്,
He is the truck master of our. മീശിപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ട ഏക വ്യക്തി നമ്മളെ കുടുംബത്തിലെ. മെയിൻ മാസ്റ്റർ ഇവിടെ എന്തോ നെഗോസിയേഷൻസ് ഗോയിങ് ഓൺ. പക്ഷെ ഇവൻ നെഗോഷിയേറ്റ് ചെയ്തിട്ട് പൈസ കൂടിയാലേ ഉള്ളൂ. വ്യൂ എല്ലാം ആസ്വദിച്ച് നമ്മളൊരു ഗൈഡിനെ ഒപ്പിച്ചിട്ട് മെല്ലെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ട്രക്കിംഗ് ഇല്ലേ ഒരു ഓൺലൈൻ സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടാട്ടോ വന്നത്. അപ്പൊ ട്രക്കിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്ത ആരണ്യ വിഹാര എന്നിട്ടുള്ള വെബ്സൈറ്റ് ആണ്. നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ തോടെല്ലാം കിട്ടിയിട്ടാ ഞങ്ങൾ. അപ്പൊ ഞാൻ മാക്സിമം വെള്ളത്തിൽ ചവിട്ടാണ്ട് കല്ലുമൊക്കെ ചവിട്ടി തുള്ളി തുള്ളി പോവാന്നെല്ലാം വിചാരിച്ചു ഷൂല് വെള്ളാവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അവിടെ നല്ല കല്ലെല്ലാം നല്ല ആലും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വെറുതെ ചവിട്ടിട്ട് സ്ലിപ്പായിട്ട് വീഴണ്ടാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ നേരെ വെള്ളത്തിൽ ചവിട്ടി. പക്ഷെ നമ്മള് കുറച്ചതിന്റെ നോക്കുമ്പോഴേക്കല്ല കാലെല്ലാം ഇങ്ങനെ പൊതിർന്നിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നല്ല വൈറ്റ് കളറായിട്ടുണ്ടായിരുന്നു. താഴ്ന്ന് ഗൈഡിനെ കിട്ടും. അപ്പോൾ ഗൈഡിനെ കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടല്ലേ. അപ്പോൾ അവരെന്താക്കും സെയിം റേറ്റിന് അവർ 2 ടീമിനെല്ലാം ഒരേ ഗൈഡിനെ കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ നമ്മൾ സമ്മതിക്കരുത്. കാരണം നമ്മൾ പേ ചെയ്തത് 5 ആൾക്കും ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ പേ ചെയ്തു. അപ്പോൾ അതങ്ങനെ തന്നെ മതി. അല്ലാണ്ട് ചിലപ്പോൾ ഗൈഡ് വേറെ ടീമിനെ കൂട്ടിയാൽ പൈസ തരാൻ മാത്രമല്ല, ചിലപ്പോൾ ആ ടീം ഭയങ്കര സ്പീഡിൽ പോകുന്ന ടീം അതെങ്കിൽ നമുക്ക് ഗൈഡ് ഇല്ലാണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ടു ദ ഗൈഡ്. അവരെ വേറെ ആർക്കും വിട്ടു കൊടുക്കരുത്. ഏട്ടയിപ്പണങ്ങി ഫസ്റ്റ് പോകുന്നു ഗൈസ്. ഇതിനാണ് സാനിറ്റൈസർ കൊണ്ടുവന്നത്. ഇതുപോലെ അട്ടകൾ വരുമ്പോ എന്റെ ചോരെല്ലാം ഊറ്റി കുടിച്ചു. ഇതും കൂടി പിന്നെ അല്ലേ എത്ര കിലോമീറ്റർ ആയിന്ന് അറിയില്ല. അടക്കം ഒരു 8.5 അടിയൊക്കെ കിട്ടി. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഇതുപോലൊരു വടി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് നടക്കാനൊക്കെ. ഒന്നുകിൽ നിങ്ങൾ മേടിച്ചിട്ട് കൊണ്ടുവരിക, ഡെക്കത്തോളം നല്ല സ്റ്റൈലിഷ് വടികൾ കിട്ടും. അതുപോലെ ഇല്ല അല്ലെങ്കിൽ ഇതുപോലത്തെ മരത്തിൻ്റെത് എവിടെയെങ്കിലും വീണിട്ടൊക്കെ ഉണ്ടാവും. അത് എടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ಎಷ್ಟು കിലോമീറ്റർ ആയി തന്നെ നമ്മിപ്പോൾ ഒരു 2 കിലോമീറ്റർ ആയിട്ടുള്ള 2.5 ടോട്ടൽ എത്ര 10 ഉണ്ട്. 11 ഉണ്ടോ? അയ്യോ ഇതാണ് നമ്മളെ ഗൈഡ് ചേട്ടൻ. ಹೆಸರೇನು? ചെന്നപ്പഗൗഡ അണ്ണനാണ് നമ്മളെ ഗൈഡ്. വെറും 2.5 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനിയുണ്ട്. അമ്മേ പക്ഷെ വലിയ സീനില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര കയറ്റമല്ല, അങ്ങനെ ഇടക്ക് നിരപ്പ് കയറ്റം. അങ്ങനെ കുറെ നടന്നതിന് ശേഷം നമുക്ക് കുറച്ച് തുറന്ന ഒരു സ്ഥലം കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉറവയിന്ന് വരുന്ന നല്ല പ്യോറായിട്ടുള്ള വെള്ളവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളൊന്ന് മുഖമെല്ലാം കഴുകി ഒന്ന് റിഫ്രഷ് ആയി. പക്ഷേ എന്താ അതിന് ശേഷം പെട്ടെന്ന് മഴയും വന്നിന്. ഇതേ അതിൻ്റെ ഇടയ്ക്ക് മഴ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ഫ്രണ്ടിലങ്ങ് പോയി അവിടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴ. പക്ഷെ എങ്ങാനിനി വലുത് വന്നാലോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോഴേക്ക് ഫോഗായിട്ട് ഫുള്ള് മൂടിയിട്ട് വ്യൂ ഉണ്ടാവുമെന്നേ സംശയമാണ്. എന്നാലും നമ്മൾ പോകും. മഴയൊന്ന് വന്നൊന്ന് പോയിട്ടാകുമ്പോഴേക്ക് കോട വന്ന്. പക്ഷെ നല്ല രസം കിട്ടാം. മഴ, കോട, പിന്നെ കുറച്ച് വെയിൽ എല്ലാം കൂടി അടിപൊളിയാണ്. ഇതുവരെ നല്ല നിരപ്പുള്ള സ്ഥലത്ത് സുഖമായിട്ട് പോയി. പക്ഷെ ഇനിയാണ് ടഫ് ടാസ്ക്. നല്ല സ്റ്റീപ്പായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോടയുടെ അടിയിലേ കൂടിയിട്ട് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത്. ഇങ്ങനെ അടുത്തത് കോട അപ്പുറത്ത് എന്താണെന്നുള്ളത് നേരെ കാണാണ്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ മരമൊറ്റ വീണിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ ഗൈഡ് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ, ആൾക്കാർ നമ്മൾ ഇതെല്ലാം എത്ര കണ്ട. നമ്മൾ എന്നിട്ട് അപ്പുറത്തേ കൂടി അതിന് സൈഡിലേ കൂടി കയറിയിട്ട് ഇറങ്ങി. ഫുള്ള് മുള്ളല്ലായിരുന്നു, എന്നാലും നമ്മ അങ്ങനെയല്ലോ കയറി.
നടന്ന് ഇനി വെറും 3 കിലോമീറ്ററും കൂടിയേ നമുക്ക് നടക്കാനുള്ളൂ. പക്ഷേ നമ്മൾ നടക്കേണ്ട ആ സ്ഥലം എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ. നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ആക്ച്വലി താഴെ നിന്ന് എടുക്കണമായിരുന്നു, പക്ഷെ താഴെ നിന്ന് എടുക്കാൻ പറ്റിയിട്ട് ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ സ്റ്റീപ്നെസ് കാണിച്ചു തരാം. ഈ ഒരു ഇതാണ് നമ്മൾ കയറേണ്ടത്. ഇതിങ്ങനെ കയറി ആടെയല്ലേ എത്തണ്ടേ? ആടെ എത്തണ്ടേ തോന്നുന്നു. നടന്നു പോകുന്നുണ്ട്. അയ്യോ, നല്ല കുത്തനെയില്ല കയറ്റ. പക്ഷെ നമ്മൾ നടക്കും. ഇതുവരെ എത്തിയില്ലേ? ഇതൊരു 3 കിലോമീറ്റർ കൂടിയല്ലേ ഉള്ളൂ. നമ്മൾ നടന്നിരിക്കണം. ഞങ്ങളൊക്കെ ഒന്ന് 2 ആള് സ്പീഡിൽ മുന്നിൽ പോയി. ആദ്യം പിന്നെ ഞങ്ങൾ ഒറ്റക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങളൊക്കെ വന്നേ. പിന്നെ ഒരു മനസ്സിലായി നമ്മളൊക്കെ അതൊന്നും എത്തൂല. എന്നിട്ട് ഞങ്ങളെ ഗൈഡിനെ ഏൽപ്പിച്ചിട്ട് പിന്നെ നേരെ പോയി. കുറച്ചും കൂടിയേ ഉള്ളൂ. പക്ഷെ കാലിൻ്റെ കാര്യത്തിലില്ലേ തീരുമാനമായിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണ്. അതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്, ചെറിയ തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് നല്ല രസമാണ്. പക്ഷെ കുറച്ചും കൂടി ഉണ്ട് പോവാൻ. അയ്യോ, മിക്കവാറും ഞാൻ അവിടെ എത്തിയിട്ട് വീഴായിരിക്കും. ഞാൻ എനിക്ക് ഇവിടുന്നില്ല വ്യൂ കാണിച്ചു തരാം. ഈ ഒരു കയറ്റത്തിന് തൊട്ട് താഴെ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട്. അപ്പൊ ഗൈഡ് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കയറിക്കോ, ഇതും കൂടിയേ ഉള്ളൂ, ഈ കയറ്റം കൂടിയേ ഉള്ളൂ, അത് ഞങ്ങൾ സ്ഥലത്ത് എത്തുന്നു പറഞ്ഞു നമ്മളോട്. സൈഡായിട്ടുണ്ട് പണി ഇതെങ്ങനെ ഇട്ടത്. അപ്പോൾ ഈ ഒരു വ്യൂ കോട പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ ടീംസ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ട്, ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 6 മണിക്ക് ഇറങ്ങിയതാണ് ഹോം സ്റ്റേന്ന്. ഇപ്പോൾ സമയം 12 മണി. നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് എത്ര കേൾക്കുന്ന അറിയില്ല. ഞാൻ ആദ്യം കുറേ ഇൻട്രോ ഒക്കെ കൺക്ലൂഷനൊക്കെ പറഞ്ഞതൊക്കെ കാറ്റ് കൊണ്ടുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ മൈക്കൊക്കെ എടുത്ത് ഒന്നും കൂടി പറയാം. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. വ്യൂ എന്ന് പറയാൻ ഇവിടെ ഫുൾ കോടയായിട്ട് വ്യൂ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാനിന്ന് ഒബ്വിയസ്ലിയാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. നമ്മളിപ്പോൾ അതൊക്കെ റെസ്റ്റൊക്കെ എടുത്തൊക്കെ വന്ന്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് 1 മണിയാകുമ്പോഴേക്ക് തിരിച്ചിറങ്ങിക്കൊള്ളണം എന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. ഇതിലും കട്ടി കിട്ടുന്ന പറഞ്ഞതിന്. അപ്പോൾ ഫുഡ് കഴിക്കുന്നു, കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് നേരെ തിരിച്ചു പോകുന്നു. തിരിച്ച് താഴെ എത്തുമ്പോഴേക്ക് കാലിൻ്റെ ചിരട്ടയിൽ ഒരു പരിവാവുന്നതാ തോന്നി. ഇപ്പം തന്നെ നല്ല വേദനയുണ്ട്. പിന്നെ ഈ ഷൂവിൻ്റെ അകത്തൊക്കെ തട്ടിയിട്ട് വൈകുന്നേരം ഓടിക്കണം, ഫുഡ് കഴിക്കണം, കുറേ പരിപാടിയുണ്ട്. ഇപ്പം എല്ലാവരും ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് കുറേ ടീമുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുത്ത് അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, ഫുഡ് കഴിക്കണം പരിപാടിയുണ്ട്. അപ്പോൾ പിന്നെ തിരിച്ച് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്താൽ ഞാൻ ചിലപ്പോൾ താഴും. അതുകൊണ്ട് ഞാൻ വീഡിയോൻ്റെ കൺക്ലൂഷൻ ഇവിടെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർ അവർ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയൊരു ലോങ് വീഡിയോ എപ്പോൾ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ ശീലിക്കാം. ഷോർട്ട് വീഡിയോ എടുത്തതുകൊണ്ട് ലോങ് എടുക്കാൻ മടിയാതെ. അപ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ ശീലിക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. വ്യൂ കാണിച്ചതോടുകൂടി ഈ ഒരു വ്ളോഗ് നിർത്തിയതായി വിചാരിക്കുന്നു. അപ്പോൾ അണ്ടിൽ ദെൻ ബൈ.